എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു നമുക്ക് തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ഹെന്നയുടെ ആ പൊടി മേടിച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹെന്നയുടെ പൊടിയാണ്. ഹെന്നയുടെ പൊടി നമ്മൾ ചേർത്തേക്കുന്നത് കുറച്ച് നമ്മൾ രാവിലെയൊക്കെ തേയില വെള്ളം എടുക്കുമല്ലോ, അപ്പോൾ ആ തേയില വെള്ളം ചേർത്തിട്ട് നമ്മൾ സ്വല്പം കുറച്ച് മുട്ടയുടെ വെള്ളയാകുമ്പം നമുക്കില്ലെങ്കിൽ തലയിലൊരു സ്മെല്ലൊക്കെ വരും. മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയാണേ. അപ്പോൾ ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ടിങ്ങനെ ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്ത് വെച്ചതാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്കൊക്കെ എടുത്ത് വെച്ചതാണ്. 7 മണിക്ക് ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ബാക്കി വന്ന തേയില വെള്ളം ഇതിനകത്ത് ഇതാണ് ഞാൻ മേടിച്ച പൊടി. സാധാരണ നമുക്ക് കിട്ടുന്നതാണ് നാച്ചുറൽ ഹെന്ന. ഇതാണ് ഞാൻ മേടിച്ചത്. ഇത് മൈലാഞ്ചി പൊടി തന്നെ. വേറെ എന്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതിൽ വേറെ ചെമ്പരത്തിയോ എന്തൊക്കെയോ അതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത ഒരു പൊടിയാണ്. ഇതാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. ഇതിനി ഞാനൊരു 12 മണി വരെ 1 മണി വരെയൊക്കെ നമുക്ക് എത്ര നേരം വേണം. നമുക്ക് രാത്രിയിൽ അത് ചെയ്ത് വെക്കുന്നെങ്കിൽ നമ്മൾ രാവിലെ വരെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ഇരുമ്പ് ചീനിച്ചട്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് നമുക്ക് മുടി കറക്കാനൊക്കെ ഉള്ള ഇരുമ്പിൻ്റെ അംശമൊക്കെ ഇറങ്ങി കറക്കാനുള്ള ഒരു ടെൻഡൻസി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ നന്നായിട്ട്, ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് നരയൊക്കെ എത്ര ഉണ്ടോയെന്ന് വെച്ചാൽ അത്രയും അതിനനുസരിച്ച് തേക്കുക. കുറച്ച് ഫ്രണ്ടിലൊക്കെ കുറച്ച് നരയുള്ളെങ്കിൽ നമ്മൾ കുറച്ച് അവിടെ മാത്രമായിട്ട് തേച്ചാലും മതി. അപ്പോൾ ഒരു ചെറിയ നേരിയ കളർ വരും, അത്രയേ ഉള്ളൂ. കണ്ട് ഇതിൽ കാണുന്ന പോലെ ഒരു കളർ വരും. അതിൻ്റെ ഒരു ഇതാണ്. മൈലാഞ്ചിയുടെ ഒരു കളർ. നമ്മൾ മൈലാഞ്ചി മാത്രമായിട്ട് പൊടിച്ച് തേച്ചാലും ഈ ഒരു കളർ വരുമല്ലോ. അപ്പോൾ അതുപോലെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരിതാണ്. ഇതിന് ഇങ്ങനെ തേച്ചൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇത് നല്ലൊരു റെമഡിയാണ്. എല്ലാവരും ചെയ്തൊക്കെ നോക്കിയിട്ട് പറയുക. ഇതൊക്കെ മേടിക്കുന്ന സാധനമാണല്ലോ, അതിൽ നോക്കാമല്ലോ എന്തൊക്കെ ഇതിൽ ചേരുവയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് എന്നെല്ലാം നോക്കിയിട്ട് ഇതൊരു 50 ഗ്രാമാണ്. ഇതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളേ. ഇപ്പം ഇത് 50 ഗ്രാമിൻ്റെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ നേർപകുതി എടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയും വേണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്ത് ഈ പാത്രത്തിലാണ് ഞാനിത് കലക്കിയത്. ഞാനിതിങ്ങനെ അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂർ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ വൈകിട്ടാണ് കുളിക്കുന്നതെങ്കിൽ ആ കുളിക്കുന്ന സമയത്തിന് ഒരു 1.5 മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഷാമ്പു ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ ദിവസം നമ്മൾ ഷാമ്പു ചെയ്യാതെ തന്നെ നല്ല വെള്ളത്തിൽ നമ്മൾ കഴുകി മാറ്റുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ഒരു റെമഡിയാണ്. താങ്ക് യു.